ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നിമിഷ നേരത്തിൽ ചടപടേന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ക്യാപ്സിക്കം ഗ്രേവിയുടെ റെസിപ്പിയാണ്. ചപ്പാത്തി, പൂരി, ചോറ് അങ്ങനെ എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ നമുക്ക് ഈ ഗ്രേവി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ചേർക്കേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. 3 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലിയും ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി അല്ലിയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കിട്ടട്ടെ. ഇതുപോലെ നമ്മുടെ വെളുത്തുള്ളി അല്ലിയെല്ലാം ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ പിന്നെ ചേർക്കേണ്ടത് 1 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് തുടങ്ങട്ടെ. കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. നമ്മുടെ ഈ സവാളയും ക്യാപ്സിക്കൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. വളരെ രുചികരമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരു കുഴഞ്ഞ മട്ടിലായിട്ടുണ്ട്. ഇപ്പോൾ ഇനി ചേർക്കേണ്ടത് അത്യാവശ്യം വലിപ്പത്തിലുള്ള 1 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. തീരെ ചെറിയ ക്യാപ്സിക്കം ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. 1 ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. കൂടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. 1 പച്ചമുളക്. ഇനി കുറച്ച് മസാലകളും കൂടി. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കാം. കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒരു സമയം ചേർക്കുകയാണ്. നമ്മളിതിലേക്ക് തൈര് ചേർക്കുന്നതാണ്, അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് വേണം. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ക്യാപ്സിക്കം ഒന്നും ഒരുപാട് വഴണ്ടങ്ങനെ കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴത്തേക്കും തന്നെ ക്യാപ്സിക്കം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇതൊരു അല്പസമയം ഞാനൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ്. 1 കപ്പ് അളവിൽ തൈര് ചേർക്കാം. ഒരല്പം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത മല്ലിയിലയും കൂടി. ഇനി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ കടായിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അതിൻ്റെ പേരിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. തൈരും മല്ലിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് നിന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ക്യാപ്സിക്കം ഗ്രേവി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്, ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നിലക്കടല എടുത്തിട്ട്, വറുത്ത നിലക്കടല വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട്, മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കരുത്, ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ച് നമുക്ക് ലാസ്റ്റിൽ ചേർക്കാവുന്നതാണ്. അതല്ല നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചേർത്താലും മതിയാവും. കാരണം നമ്മളിത് കഴിക്കുന്ന സമയത്ത് ആ ഒരു നിലക്കടലയുടെ ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടി കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ രുചികരം. ഉറപ്പായിട്ട് ഒരു ക്യാപ്സിക്കം കുറച്ച് തൈരും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തി, പൂരി, ചോറ് അങ്ങനെ എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.